UAE വടക്ക് കിഴക്കൻ എമിറേറ്റുകളിലെ ഇന്ത്യക്കാർക്ക് നേരിട്ടെത്തി പ്രശ്നപരിഹാരം കാണാൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലാണ് ഓപ്പൺ ഹൌസ് ഒരുക്കിയത്. അസോസിയേഷന്റെ ചരിത്രത്തിൽ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തുടക്കം. ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനും വിവിധ കോൺസുലർമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 5 വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയത് പരാതി ബോധിപ്പിക്കാനെത്തിയവർക്ക് വലിയ ആശ്വാസമായി. ഓപ്പൺ ഹൌസിന് ഒരു തുടർച്ചയുണ്ടാകുമെന്ന് കോൺസൽ ജനറൽ ഉറപ്പും നൽകി. We will have to do a little bit of follow-up because every matter cannot be resolved here. It might require coordination with agencies in India as well as here. But our effort is to try and open a channel for our community in UAE. പരാതി ബോധിപ്പിക്കാനെത്തിയവരിൽ അധികവും മലയാളികളായിരുന്നു. വീട്ടുജോലിക്കാരായ സ്ത്രീകൾ, വിസ തട്ടിപ്പിന് ഇരയായവർ, ജോലി നഷ്ടപ്പെട്ടവർ, ശമ്പളം ലഭിക്കാത്തവർ, ജയിലിലുള്ളവരുടെ മോചനം എന്നിവയെല്ലാം അതത് വകുപ്പുകൾക്ക് മുന്നിലെത്തിച്ചു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിലെ കാലതാമസവും ഉന്നയിക്കപ്പെട്ടു. ആദ്യമായിട്ടാണ് ഇന്ത്യൻ അസോസിയേഷനിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം നടക്കുന്നത്. ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്തുള്ള മുഴുവൻ സ്റ്റാഫും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാ ആളുകളെയും നേരിട്ട് കാണുകയും അവർക്ക് പരിഹരിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനുശേഷം പറ്റാത്തവ എഴുതി കൊണ്ടുപോയി പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. നിയമപരമായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ പേടിച്ചിട്ട് ഇതൊക്കെ മാറി നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഈ പ്രശ്നങ്ങൾ മൂലം മുമ്പോട്ട് പോയി ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ കിടന്നുറങ്ങുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ വളരെ ഈസി ആയിട്ടൊരു ഓപ്പൺ ഗേറ്റ് ആയിരുന്നു ഇന്നത്തെ ഈ സംഭവങ്ങൾ. പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കുമൊപ്പം വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ, ട്രഷറർ ഷാജി ജോൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും ഓപ്പൺ ഹൌസിന് നേതൃത്വം നൽകി. മാതൃഭൂമി ന്യൂസ്, ഷാർജ.